അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങളാണ്, നമ്മൾ കാഴ്ചപ്പാടുകളാണ് 2 ഖുതുബകളിലായി നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾക്കൊരു കുട്ടി ജനിച്ചാൽ നമ്മൾ ഇസ്ലാമികമായി ചെയ്യാൻ അള്ളാഹുവും പ്രവാചകനും കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. അഥവാ മതപരമായ, ഒന്നുകൂടി കർമ്മശാസ്ത്രപരമായ വിഷയമായതുകൊണ്ട് അതുപോലെയുള്ളൊരു ശ്രദ്ധയുണ്ടാകണം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം ആദ്യമേ പറയുന്നു. നമുക്കാകാം, നമ്മൾ ഒരു ഉപ്പയാകാം, ഒരു വല്ലിപ്പയാകാം, ഉമ്മയാകാം, വല്യമ്മയാകാം, നമ്മളൊരു ആങ്ങളയാകാം, നമ്മളൊരു പെങ്ങളാകാം. നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു. ആദ്യമായി നമ്മൾ ആ കുട്ടിയുടെ മേൽ ചെയ്യേണ്ട ഒന്നാമത്തെ കടമ അള്ളാഹുവിനോട് ആ കുട്ടിയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ 2 ഖുതുബയിലും പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കുട്ടിയായിട്ടോ നമ്മുടെ കുടുംബത്തിലെ കുട്ടിയായിട്ടോ ഒരു കുട്ടി വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ഖൈറിന് വേണ്ടി ബോധപൂർവം അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ജനിച്ച ഒരു കുട്ടിയെ കിട്ടിയാൽ പ്രവാചകൻ ചെയ്യാറുള്ള കാര്യങ്ങൾ ഹദീസിൽ ഇങ്ങനെ കാണാം. അതിൽ ആവർത്തിച്ചു വരുന്നൊരു വാക്കെന്തറിയോ? ഫയുബരിക്കു അലൈഹി. ആ കുട്ടിക്ക് ഖൈറിന് വേണ്ടി നബി പ്രാർത്ഥിക്കും. വാപ്പാന്റെ ഉമ്മാന്റെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ ഖൈറിന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കും. മറ്റൊരു ഹദീസിൽ സുമ്മ ദആ ലഹു, പിന്നെ പ്രവാചകൻ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മകളുടെ ഒരു കുട്ടിനെ തരികയാണ്. നമ്മൾ വാപ്പിയാണ്, നമ്മൾ ആങ്ങളെയാണ്. നമ്മളത് വാങ്ങിയിട്ട് സ്വാഭാവികമായി സന്തോഷം രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആ കുട്ടിയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലിമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ ഗർഭിണിയായി മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ ചെയ്ത കാര്യം ഇങ്ങനെ പറയുന്നിടത്ത് ഇങ്ങനെ കാണാം. ആ ഉമ്മ പ്രാർത്ഥിക്കാൻ 36-ാമത്തെ ആയത്ത്, ഫഇന്നി, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ, വഇന്നി ഉഈദുഹാ ബിക് വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ തലമുറയെയും നാഥ നീ സംരക്ഷിക്കണമേ, ശൈത്വാനീയത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു പ്രത്യേക ദുആ എന്നില്ല, മറിച്ച് ആ കുട്ടിയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഈ കുട്ടിക്ക് നീ നന്മ ചൊരിയണമേ, അല്ലാഹുവേ സ്വർഗം നൽകണമേ, ഖൈറായ ജീവിതം നൽകണമേ എന്നെങ്കിലും നമ്മുടെ കൈകളിൽ കിട്ടുന്ന ഒരു പുതിയ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്ലാമികമായ സംസ്കാരം
നമ്മളിൽ ഉണ്ടാകണം. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് കലിമത്തു തൗഹീദ് ആ കുട്ടിയെ കേൾപ്പിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ജനനവും മരണവും അത്ഭുതകരമാണ് സത്യത്തിൽ. കാരണം കലിമത്തു തൗഹീദ് കേട്ടു ജനിക്കുക, അയാൾ സ്വാഭാവികമായി മരണമാണെങ്കിൽ കലിമത്തു തൗഹീദ് കേട്ടുകൊണ്ട് മരിക്കുക, മനോഹരമായ ജീവിതമാണ് മുസ്ലിമിന്റേത്. അതുകൊണ്ടാണ് സഹാബി പറയുന്ന വാചകം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പേരക്കുട്ടിയുമായി ബന്ധപ്പെട്ടതിൽ, റഅയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനെ കണ്ടു. അദ്ദന ഫീ ഉദ്നി ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പ്രവാചകൻ ബാങ്ക് കൊടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മകനായ പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നതായി സഹാബാക്കൾ കണ്ടു. സഹോദരങ്ങളെ, ഈ റിപ്പോർട്ടിൽ ന്യൂനതകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ വ്യത്യസ്തമായ മേഖലകൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനം എല്ലാം പരിശോധിച്ചത് ശേഷം അതിന്റെ ന്യൂനതകളെയും അതിന്റെ പുണ്യങ്ങളെയും സനദെല്ലാം പരിശോധിച്ച ശേഷം പറയുന്ന വാക്കിപ്രകാരമാണ്, യുസ്തഹബ്ബു അൻ യുഅദ്ദന ഫീ ഉദ്നിൽ മൗലൂദ്. ഒരു കുട്ടി ജനിച്ചാൽ അവന്റെ ചെവിയിൽ ബാങ്ക് കേൾക്കുക എന്നത് അനുവദിക്കപ്പെട്ട, പ്രവാചകൻ ഒരു തവണയെങ്കിലും ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് അത് നിർവഹിക്കാം എന്നതാണ്. സഹോദരങ്ങളെ, അത് നമ്മൾ നിർവഹിക്കണം. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം എന്തെന്നറിയുമോ? ഏതായാലും ഒരു ചെവിയിൽ ബാങ്ക് കൊടുത്തില്ലേ എങ്കിൽ മറു ചെവിയിൽ ഇഖാമത്ത് കൂടി. സഹോദരങ്ങളെ, അത് മതത്തിൽ സ്ഥിരപ്പെട്ടതല്ല, ആരും ചെയ്തിട്ടുമില്ല. ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്? സാധാരണഗതിയിൽ യൂട്യൂബുകളിൽ നിന്നാണ് ആളുകൾ പലപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഫത്വകളൊക്കെ തേടുന്നത്. അതിൽ കാണാം, ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യാവുന്ന 6-7 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിൽ മൂന്നാമത്തേത് ഇഖാമത്ത് ഇടതു ചെവിയിൽ കൊടുക്കുക. സഹോദരങ്ങളെ, തെറ്റാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ വിഷയം മുഴുവൻ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞത്, ഇഖാമത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്ന ഏതൊക്കെ ഹദീസ് ഉണ്ടോ, ഫീ ഉദ്നിൽ മൗലൂദ്, ജനിച്ച കുട്ടിയുടെ ചെവിയിൽ കൊടുക്കാം, ഇഖാമത്ത് കൊടുക്കാം എന്ന് പറയുന്ന എന്തൊക്കെ ഹദീസ് ഉണ്ടോ, ഫദഈഫുൻ, അത് മുഴുവൻ ദുർബലമാണ്. ലാ യസിഹു, അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതല്ല, പിന്നീട് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ആളുകൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചിന്തിക്കാണ്, ഒരു കുട്ടി ജനിച്ചതല്ലേ, സന്തോഷല്ലേ, ഒരു ഭാഗത്ത് ബാങ്കല്ലേ, എങ്കിൽ മറ്റേ ഭാഗത്ത് ഇഖാമത്ത് കൊടുക്കാം എന്ന് ചിലർ പറയുന്നു. സഹോദരങ്ങൾ, ഇസ്ലാമിൽ ബാങ്ക് കൊടുക്കുന്നത് ഏത് ചെവിയിലും ആകട്ടോ, വലത് ചെവിയിലാവുക എന്നത് ഏത് വിഷയത്തിലും വലതിനെ മുന്തിക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നതാണ്. ഒരാൾക്ക് ഇടത് ചെവിയിൽ കൊടുക്കാം, വലത് ചെവിയിലും ഇടത് ചെവിയിലും മാറി മാറി കൊടുക്കാം, ഒരു പ്രശ്നമല്ല. എന്നാൽ ഇഖാമത്ത് കൊടുക്കുക എന്നത് മതപരമായി അള്ളയും റസൂലും പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളത് തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം. ഒന്നുകൂടി ആ വിഷയം ഉറപ്പിക്കുകയാണ്. ഇത്തഫഖ അഹ്ലുൽ ഇൽം. ഞാൻ സഹോദരിമാർ കൂടി കേൾക്കാനത് പറയണേ. ആരെങ്കിലും പിന്നീട് എന്തെങ്കിലും രേഖയിൽ ഇഖാമത്ത് കൊടുക്കുക പുണ്യ എന്ന് പറയുമ്പോൾ ഉമ്മച്ചെ ഇഖാമത്ത് കൂടി കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഇത്തഫഖ അഹ്ലുൽ ഇൽം, ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് അല അന്ന ഹദീസുൽ ഇഖാമ ഫീ ഉദ്നിൽ മൗലിദ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ അയാളുടെ ചെവിയിൽ, ആ കുട്ടിയുടെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുക എന്ന വിഷയം ദഈഫുൻ ലാ യുസ്ബത, അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതല്ല, ദുർബലമായ കാര്യമാണ്. ഇതാണ് രണ്ടാമതായി നമ്മൾ നിർവഹിക്കേണ്ടത്, കലിമത്തു തൗഹീദ് നമ്മുടെ കുട്ടിയുടെ ചെവിയിൽ നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ കാര്യം തഹ്നീഖ് എന്ന് പറയും. തഹ്നീഖ് എന്ന് പറഞ്ഞാൽ മധുരം നൽകുക. സഹോദരങ്ങളെ, ജനിച്ച ഒരു കുട്ടിക്ക് ശ്വാസതടസ്സമില്ലാത്ത രൂപത്തിൽ ആരോഗ്യം പ്രതികൂലമല്ല എങ്കിൽ ആ കുട്ടിയുടെ മോണയുടെ ഭാഗത്തോ വായുടെ മുകൾ ഭാഗത്തോ നാവിലോ ചെറിയ മധുരം ആ കുട്ടിക്ക് തേച്ചു കൊടുക്കുക എന്നത് ഇസ്ലാമികമായി സുന്നത്താക്കപ്പെട്ട പുണ്യകർമ്മമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുവരും. കാരണം പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രവാചകനോട്, പ്രവാചകരെ നിങ്ങൾ നല്ലൊരു പേരിടിൻ, പ്രവാചകരെ നിങ്ങൾ ഈ കുട്ടിക്ക് ബാങ്ക് കൊടുക്കിൻ, പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, പ്രവാചകൻ കാന യുതാ ബിസ്ബിയാൻ ഫയുബരികു അലൈഹിം, ആ കുട്ടിയുടെ ഖൈറിന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കും. ഒന്ന് വയുഹന്നികഹും, പിന്നീട് പ്രവാചകൻ എന്തെങ്കിലും ഒരു മധുരം ആ കുട്ടിയുടെ നാവിൽ, മോണയിൽ, വായുടെ മുകൾ ഭാഗത്ത് പ്രവാചകൻ തേച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഇത് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ കാണാം. അതിലൊന്ന് ثم دعا له وبارك عليه فحنكه بتمرة, പ്രവാചകൻ ഒരു കാരക്ക ഇങ്ങനെ എടുക്കും,
എന്നിട്ട് ആ കാരക്ക ഇങ്ങനെ അലിയിക്കും പ്രവാചകൻ, അലിയിക്കും, മധുരമുള്ള കാരക്കന് അലിയിക്കും. അതിന്റെ കുറച്ചു ഭാഗം, ഒരു കാരക്ക മുഴുവനല്ലട്ടോ, ഒരു ചെറിയ ഭാഗം മധുരം കിട്ടുന്ന രൂപത്തിൽ ആ കുട്ടിയുടെ നാവിലേക്ക് പ്രവാചകൻ ഒന്ന് കുടച്ചു കൊടുക്കും, ഒന്ന് അഗ്രഭാഗത്താക്കി കൊടുക്കും. ചറ്റർ റിപ്പോർട്ടിൽ പ്രവാചകൻ കാരക്ക ലഭിച്ചിട്ടില്ലെങ്കിൽ അസിൽ, പ്രവാചകൻ തേനായിരിക്കും എടുക്കുക. അല്പഭാഗം മാത്രം തേൻ ആ കുട്ടിയുടെ നാവിൽ പുരട്ടിക്കൊടുക്കും. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമികമായി പുണ്യമാക്കപ്പെട്ട, ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങളിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി വിശാലമായി പറയുകയാണെങ്കിൽ, ഈ ഇരിക്കുന്നവരിൽ വിദ്യാർത്ഥികളുണ്ട്, നല്ലവരായ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങളുടെ സ്വന്തം പെങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞ് എല്ലാവരുടെ കൈകളിലും കുട്ടിയെ കിട്ടി, ആ കൂട്ടത്തിൽ നമ്മുടെ കയ്യിലും കിട്ടുമല്ലോ. ഈ കാര്യം ഓർമ്മ ഉണ്ടാകണം. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ വാപ്പ പ്രാർത്ഥിച്ചാലും ഉമ്മ പ്രാർത്ഥിച്ചാലും, സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ ഒരു കുട്ടിനെ കിട്ടിയാൽ നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പ്രസവത്തിന് വേണ്ടി പോകുമ്പോൾ ഉമ്മമാരെ നമ്മൾ കയ്യിൽ ബോക്സൊക്കെ കരുതുമല്ലോ, ബക്കറ്റ് കരുതുമല്ലോ, പല കാര്യങ്ങളും കരുതുമല്ലോ. ആ കൂട്ടത്തിൽ വല്യമ്മമാരെ, വല്ലിപ്പമാരെ, ഭാര്യ ഭർത്താക്കന്മാരെ ചെറിയ ഒരു അടപ്പിലെങ്കിലും ഒരു അലിയിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടുന്ന് അലിയിക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള ഒരു കാരക്കയെങ്കിലും, ഒരു 2-3 തുള്ളി, ഒരു ചെറിയ തുള്ളി ഒക്കെ തേനെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഈ സുന്നത്തുകൾ ഇസ്ലാമികമായി നടപ്പിലാക്കണം. ഇത് നമ്മൾ പറഞ്ഞതുകൊണ്ട് സംഭവിക്കണം എന്താ അറിയോ? നന്മ. ആളുകൾ ഇങ്ങനെ പറയും, ഇതൊക്കെ പറയണോ? ഇത് നമ്മൾ ഖുത്ബയിലും ക്ലാസ്സിലും ഇത് ബോധവൽക്കരിച്ചത് കൊണ്ട് ഇപ്പോൾ കാണുന്നൊരു സന്തോഷം എന്താ അറിയോ? പല ഹോസ്പിറ്റലിലും നേഴ്സുമാർ നേരെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചൊല്ലാനോ എന്തെങ്കിലും കൊടുക്കാനോ ഉണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം തിരിച്ചു തരണം. ഇത് എവിടുന്നാ സോങ്ങളെ കിട്ടിയെന്നറിയോ? ഇത് നമ്മളിങ്ങനെ പറഞ്ഞാൽ ഈ ആൾക്കാരിലൊക്കെ പറയാൻ പറ്റുമോ? ഒരു ജനിച്ച കുട്ടിങ്ങനെ കാരക്കനെ ഞവണ്ടിയിട്ട് അതിൽ ചെറിയൊരു മധുരം കൊടുക്കണ ഒരു മോശല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരല്ല സോങ്ങളെ. നമ്മളിത് പറഞ്ഞു, ആളുകൾക്ക് ബോധ്യപ്പെട്ടു, സുന്നത്തുകൾ എടുക്കാൻ തുടങ്ങി. ഡോക്ടർമാരോട് ചോദിക്കും, കുട്ടിക്ക് എന്തെങ്കിലും മധുരം വെക്കുന്ന പ്രശ്നമുണ്ടോ? അവര് പറയും പ്രശ്നമല്ല. സോങ്ങൾ, നേഴ്സുമാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. എന്തിനേറെ മധുരകരമായ ഒരു അനുഭവം ഇന്നുണ്ട്. ഒരു കുട്ടി ജനിച്ച സമയത്ത് പുറത്തുണ്ടായിരുന്ന ഒരു സഹോദരി, അവൾക്കിതൊന്നും അറിയില്ല. ബാക്കിയുള്ളവരിങ്ങനെ പുറത്തുപോയി. നേഴ്സിങ്ങനെ നിന്നു, മുസ്ലിമായ നേഴ്സാണ്. ആ സഹോദരിക്ക് കൊടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ചൊല്ലാനോ പറയാനോ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സഹോദരി ഒന്നുമില്ല എന്ന് പറഞ്ഞു. നേഴ്സ് എടുത്തിട്ടേ ആ കുട്ടിക്ക് ബാങ്ക് കൊടുത്തു. നേഴ്സ് എടുത്ത്, കാരണം തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ബാക്കിയുള്ളവർ എന്തെങ്കിലും ബാങ്ക് കൊടുത്തോ എന്ന് ചോദിക്കോലോ. ആ നേഴ്സ്. ഇതാണ് ഇസ്ലാമികമായ സംസ്കാരം നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് 3-ാമത്തേത് മധുരം നൽകുക. 4-ാമത്തേത് വളരെ പ്രധാനം, ഇതുകൂടി പറയുന്നു. 4-ാമത്തേത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇസ്ലാമികമായി പേരിടുക. വിശാലമായി പറയേണ്ട വിഷയാട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. പേരിടുക. നമ്മളെ പേരിടുക എന്നത് പുണ്യാണ്. ആദ്യം മനസ്സിലാക്കുക, കുട്ടിക്ക് പേരിടുക എന്നുള്ളത് പുണ്യാണ്. 2-ാമത്തേത്, നല്ല പേരിടുക എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ കിട്ടുന്ന പുണ്യമാണ്. കാരണം പ്രവാചകന്റെ ഹദീസ്, അഹ്സിനു അസ്മാഅക്കും, നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല പേരാണ് ഇടേണ്ടത്. ഇതെന്തിനങ്ങനെ പറഞ്ഞറിയോ? ചില ആൾക്കാർ ഇങ്ങനെ വായിച്ചിട്ട് ഭയങ്കര ലിബറൽ ആയിട്ട് പറയും, പേരിലൊന്നും വലിയ കാര്യമല്ല. ഞാൻ നമ്മൾ കേട്ടതുകൊണ്ട് പറയണേ, എന്തെന്നറിയോ? ചന്ദ്രന് പേരിടുന്നതും ബദർ എന്ന് പേരിടുന്നത് ഒരേപോലെയാണ്. അറബിയിൽ ചന്ദ്രൻ അർത്ഥം വരിക അല്ല, തെറ്റാണ്, വിവരല്ലായ്മയാണ്. അള്ളാഹിനെക്കാളും വലുത് ഞാനാണെന്ന് 2 ലേഖനം വായിക്കുമ്പോഴേക്കും തോന്നി, ശൈത്താൻ തോന്നിപ്പിച്ചതുകൊണ്ടാണ്. അല്ല, രണ്ടും തന്നെയാണ്. 2 ഇസ്ലാമിൽ പേരിടുന്നതിന്റെ ശ്രേഷ്ഠതയും പുണ്യവും മഹത്വവും അറിയണമെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ഈ ഒരൊറ്റ ഹദീസ് കേട്ടാ മതി. നബിന്റെ വാക്കെന്താ അറിയോ? നമ്മളോട് പറയാൻ, ഇന്നക്കും തുദ്ഉന യൗമൽ ഖിയാമ, വിശ്വാസികളെ മക്കൾക്ക് നല്ല പേരിടുക. എന്തേ കാരണം? അത് നിങ്ങൾക്ക് മാത്രം വിളിക്കാനുള്ളതല്ല. ശരിക്ക് കേൾക്കണം. സ്കൂളിൽ അധ്യാപകൻ ഹാജർ വിളിക്കുമ്പോൾ മാത്രം വിളിക്കാനുള്ളതല്ല. എയർപോർട്ടിൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇനീഷ്യൽ കൂട്ടി വിളിക്കാനുള്ള കാര്യം മാത്രമല്ല. വോട്ടർ പട്ടികന്റെ അവിടെ വെച്ചിട്ട് വിളിക്കാനുള്ള മാത്രമല്ല, മറിച്ച് അന്ത്യനാളിൽ എനിക്ക് വിളിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വിളിക്കപ്പെടും നമ്മുടെ പേര്. പടച്ചോന്റെ മുന്നിൽ നമ്മുടെ മക്കളുടെ പേര് വിളിക്കപ്പെടും. പരലോകത്ത് വിളിക്കും. ഇന്നക്കും തുദ്ഉന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇക്കും വഅസ്മാഇ ആബാഇക്കും, വാപ്പാന്റെ പേരും വിളിക്കും. മുഹമ്മദിന്റെ മകൻ അഹമ്മദ് എവിടെ എന്ന് ചോദിക്കും. പടച്ചോന്റെ മുന്നിൽ, പ്രവാചകന്റെ മുന്നിൽ കേൾക്കാൻ പറ്റുന്ന പേരാകണം നമ്മുടെ മക്കൾക്കിടേണ്ടത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പരലോകത്ത് അമ്പിയാക്കന്മാരുടെ മുന്നിൽ വെച്ച് വിളിച്ചാൽ മനസ്സിലാകുന്ന പേരാകണം ഇടേണ്ടത്.
അയ്യേ എന്ന് പറയിപ്പിക്കാത്ത പേരാകണം ഇടേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഫഅഹ്സിനു അസ്മാഅക്കും. അതുകൊണ്ട് വിശ്വാസികളെ, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ, അള്ളാനെ കണ്ടുമുട്ടും എന്നുറപ്പുള്ളവരെ, പ്രവാചകനെ കണ്ടുമുട്ടും എന്നുറപ്പുള്ളവരെ, പടച്ചോന്റെ മുന്നിൽ, നബിയുടെ മുന്നിൽ വെച്ച് വിളിക്കാൻ പറ്റും നല്ല പേരാണ് മക്കൾക്കിടേണ്ടത്. സഹോദരങ്ങളെ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും, ഒന്ന് നല്ല പേരിടണം, രണ്ട് അർത്ഥമുള്ള പേരിടണം, ഒന്നുമില്ലെങ്കിൽ അർത്ഥമല്ലെങ്കിലും ചീത്ത പേരാകാതെ സൂക്ഷിക്കണം. നല്ല പേരിടണം, അർത്ഥമുള്ള പേരിടണം, ഇനി അർത്ഥമില്ലെങ്കിലും ചീത്ത പേരാകാതെ സൂക്ഷിക്കണം. നല്ല പേരേതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഹബ്ബു അസ്മാഇ അല്ലാഹ്, പടച്ചോന് പേരുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ്, അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ്. അതൊരാൾ ഇടുകയാണെങ്കിൽ അതിന്റെ പുണ്യം ഉണ്ടാവും. എന്നാൽ അത് മാത്രമാണ് ലോകത്ത് മുഴുവൻ അബ്ദുള്ളയും അബ്ദുറഹ്മാനും മതിയോ? ഇല്ല. കാരണം ഇത് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുട്ടിക്ക് പേരിട്ട ഇബ്രാഹിമാണ്. സഹോദരൻ, അബ്ദുള്ളയും അബ്ദുറഹ്മാൻ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേര് നമ്മളെ മക്കൾക്ക് ഇടാ. എന്നാൽ അതല്ലാത്ത പേരിടാ, ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട ഏത് പേരിടാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും പേരിടാ. ഇസ്ലാമികമായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞ വാക്ക് വളരെ മനോഹരാണ്. എന്താണെന്നറിയോ? അത്തസ്മിയത്ത് ബി അസ്മാഇൽ അംബിയാഇ വസ്വഹാബ മിൻ അസ്മാഇൽ ഹസന. നമ്മളിടുന്ന പേരുകളിൽ ഏറ്റവും നല്ല പേരുകൾ അമ്പിയാക്കന്മാർ, ഖുലഫാഉർ റാഷിദീൻ അടക്കമുള്ള സഹാബാക്കളുടെ പേരാണെങ്കിൽ അത് നല്ലതാണ്. ബാക്കിയുള്ള പേരിട്ടോ, പക്ഷെ അത് നല്ലതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെന്തര, അത് നല്ല മാതൃകയാണ്. എന്തേ കാരണം റസൂലേ? ഇപ്പൊ ഹസൻ എന്നൊരാൾക്ക് പേരിട്ടു, ബോധപൂർവ്വം ഒരു വാപ്പ. ഹസൻ റളിയല്ലാഹു അൻഹു ആരാണെന്നെങ്കിലും ആ കുട്ടിക്ക് അതിൽ പഠിക്കാം, പഠിക്കാം. ഉസ്മാൻ അർത്ഥമില്ല, ഉസ്മാൻ എന്നതിന് അറബിയിൽ അർത്ഥമല്ല, ഉസ്മാൻ എന്നതിന് ഇസ്ലാമിൽ നേർക്ക് നേരെ അർത്ഥമല്ല. പക്ഷെ ഉസ്മാൻ എന്നുള്ളത് ഇസ്ലാമിക ചരിത്ര ഇസ്ലാമിക ഖുലഫാഉർ റാഷിദീങ്ങളിലെ ഏറ്റവും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒരാളാണ്. ആ പേര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ കുട്ടിയുടെ പഠിക്കാം. അതുകൊണ്ട് ഇസ്ലാമികമായി അമ്പിയാക്കന്മാരുടെയും സഹാബാക്കളുടെയും പേരിടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. നല്ല പേരിടുക. ആ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട കാര്യം, അള്ളാഹു നിരോധിച്ച ഒരു പേരും നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. അപ്പൊ നമ്മൾ അറിയണം എന്താ അള്ളാഹു റസൂൽ പേര് നിരോധിച്ചിക്കണോ. നമ്മളെ 2-3 കാര്യങ്ങൾ അള്ളാഹു റസൂൽ പേരിനടുത്ത് നിരോധിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് അത്ഭുതം എന്താ അറിയോ, ഈ ഖുത്തുബക്കും ക്ലാസ്സിനൊക്കെ എന്തിനാ നമ്മൾ വരണം? ഞാൻ യുവാക്കളോട് പറയാൻ, ഭാര്യമാരെ കൊണ്ടുവരുന്ന പറയാൻ കാര്യം എന്താ അറിയോ, ഈ കാര്യങ്ങൾ പലതും നമ്മുടെ ഉമ്മാർക്കോ നമ്മുടെ ഭാര്യമാർക്കോ നമ്മുടെ പെങ്ങന്മാർക്കോ അറിയണില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന്, അള്ളാഹ് നിരോധിച്ച പേരിൽ ഒന്നാണ് പടച്ചോന്റെ പേര് അതുപോലെ നമ്മളിടുക. അത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ലോകത്ത് ആഫ്രിക്കൻ നാടുകൾ, നൈജീരിയത്തെ പേര് കേൾക്കുമ്പോൾ, ഇസ്ലാമികമല്ലാത്ത രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ പേരിടുമ്പോൾ പലതും നമ്മൾ കേൾക്കുമ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തോന്നും അറിവില്ലാത്തത് കൊണ്ട് ചെയ്യാൻ. അള്ളാന്റെ പേര് നേർക്ക് നേരെ ഒരു മനുഷ്യൻ അതുപോലെ ഇടാൻ പാടില്ല. ഒരാള് അർ-റാസിഖ് എന്ന് മാത്രം പേരിടാൻ പാടില്ല, അത് അള്ളാന്റെ പേരാണ്. ലഹു അസ്മാഉൽ ഹുസ്ന, പടച്ചോന്റെ നാമങ്ങൾ 99 ആ പേര് നമുക്കൊരു മനുഷ്യന്, നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നേർക്ക് നേരെ ഇടാൻ പാടില്ല. ഒരാള് അൽ ഖാദിർ, അൽ കരീം എന്ന് മാത്രം പേരിടാൻ പാടില്ല. അൽ അലി, അത്യുന്നതൻ എന്നൊരാൾക്ക് പേരിടാൻ പാടില്ല. അൽ അഹദ് എന്ന് മാത്രം പേരിടാൻ പാടില്ല. അസ്വമദ് എന്ന് മാത്രം പേരിടാൻ പാടില്ല. പിന്നെ ആ പേരെങ്ങനെ ഇടുക? അതിന്റെ മുന്ന് ആണാണെങ്കിൽ അബ്ദ്, അബ്ദുല്ലാഹ്, അബ്ദുൽ ഖാദിർ, അബ്ദുർ റാസിഖ്, അബ്ദുൽ ഹൈ, അബ്ദുൽ അഹദ്, അബ്ദുൽ സമദ്, അള്ളാഹുവിന്റെ അടിമ. സ്ത്രീയാണെങ്കിൽ അമത്തുൻ നൂർ, അമത്തുല്ലാഹ്, അമത്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയായ സ്ത്രീ. സഹോദരങ്ങളെ, അബ്ദ് എന്നോ അമത്ത് എന്നോ ചേർത്തിട്ടാണ് അള്ളാന്റെ പേര് നമ്മൾക്കിടാൻ പാടുള്ളൂ. അള്ളാന്റെ പേര് നേർക്ക് നേരെ ഇടാൻ പാടില്ല. അതോടൊപ്പം ചേർക്കേണ്ടത് അബ്ദല്ലേ. ആ അബ്ദ് എന്ന് ചേർക്കുന്നിടത്ത് അള്ളയല്ലാത്ത മറ്റുള്ളവരുടെ നാമങ്ങളും ചേർത്തുകൊണ്ട് നബിന്റെ കാലത്ത് ഇട്ടിരുന്നു. നമ്മൾ ചരിത്രം കേട്ടില്ലേ, അബ്ദുമനാഫ്. അബ്ദുമനാഫ് എന്ന് പറഞ്ഞാൽ മനാഫിന്റെ അടിമ എന്നാണ്. നമ്മൾ ചരിത്രം വായിച്ചപ്പോ കേട്ടുപോയ വാക്കാണ് അബ്ദുമനാഫ്. അറബികളുടെ കാലഘട്ടത്തിൽ അവർ പേരിട്ടിരുന്നു അബ്ദുൽ കഅബ. നബി മുഴുവൻ നിരോധിച്ചു. നിങ്ങൾ കഅബയുടെ അടിമയല്ല, നിങ്ങൾ കഅബയുടെ അടിമയല്ല, നിങ്ങൾ നബിമാരുടെ അടിമയല്ല, നിങ്ങൾ മനാഫിന്റെ അടിമയല്ല, നിങ്ങൾ ഹജറിന്റെ അടിമയല്ല. അബ്ദുദ്ദാർ എന്ന് പേരുണ്ട്, വീടിന്റെ അടിമ. അവർ അറബി ഒപ്പിച്ചിട്ടതാണ്. നബി മുഴുവൻ നിരോധിച്ചു.
പ്രവാചകന്റെ അടുക്കലേക്ക് ഇസ്ലാമിലേക്ക് ഒരു ഗോത്രം കടന്നു വന്നു. ആ ഗോത്രത്തിൽ പ്രവാചകൻ ബൈഅത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, മസ്മുഖ്, എന്താ പേരെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അബ്ദുൽ ഹജർ. അന്നത്തെ പേരാണ്, ഒപ്പിച്ചിട്ടതാണ് അബ്ദുൽ ഹജർ. അതിന്റെ അർത്ഥം ശരിക്കും അബ്ദുൽ ഹജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലിന്റെ അടിമ എന്നാണ്. പ്രവാചകൻ നേരെ പറഞ്ഞു, അൻത, ഇന്നു മുതൽ നീ അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണ്. ഇതിന്റെ നമ്മൾ പറയുമ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആരും പേരിടുന്നില്ല എന്നല്ലേ. അബ്ദുൽ അലി, അൽ അലി എന്ന് പേരിടാ, അള്ളാഹുവിന്റെ പേര് അബ്ദുൽ അലി. എന്നാൽ അബ്ദു അലിയുൻ തെറ്റാണ്, അലിയുടെ അടിമ തെറ്റാണ്, അള്ളാഹ് നിരോധിച്ചതാണ്. ഇതിന്റെ ബാക്കി ഭാഗമാണ് എന്തെന്നറിയോ, ഉത്തരേന്ത്യയിൽ ഉറുദു നാമം ചെയ്യുന്ന ആൾക്കാർ എന്തറിയോ, ഗുലാമുല്ലാഹ്, ഗുലാം അലി. ഗുലാം എന്ന് പറഞ്ഞ കുട്ടി എന്നാണ്, നബിയുടെ കുട്ടി, പേരിടാൻ പാടില്ല. ഗുലാമുല്ലാഹ്, അള്ളാന്റെ കുട്ടി, പേരിടാൻ പാടില്ല. സഹോദരങ്ങളെ, ഗുലാം അലി, അവർ ഉദ്ദേശിക്കുന്നത് അലി റളിയല്ലാഹുവിന്റെ കുട്ടി, പേരിടാൻ പാടില്ല. നമ്മളെ ആലോചിക്കണം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പോയത് തൗഹീദി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ മിമ്പർമെന്നും ക്ലാസ് എടുത്തതുകൊണ്ടാണ്, പള്ളിക്കെന്ന് ഖുത്ബ പറഞ്ഞതുകൊണ്ടാണ്. നമ്മളെക്കാൾ കൂടുതൽ താടിയുള്ളവർ, പള്ളിയിൽ വരുന്ന ആളുകൾ മക്കൾക്കിട്ട പേര് ഹദീസിൽ അല്ലാഹ് ഇടരുത് എന്ന് പറഞ്ഞ പേരുകളാണ്. ചരിത്രത്തിൽ മുന്നിൽ നിൽക്കുന്ന പല ആൾക്കാരുടെ പേരും പടച്ചോൻ തെറ്റാണ്, ഇടരുത് എന്ന് പറഞ്ഞ പേരാണ്. അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കിയേക്ക, അള്ളാഹിന്റെ പേര് നേർക്ക് നേരിടാൻ പാടില്ല, അബ്ദോ അമത്തോ ചേർത്തിടണം. 2, അബ്ദോ അമത്തോ ചേർത്തിടുമ്പോൾ പടച്ചോന്റെ പേര് തന്നെയാകണം, മറ്റുള്ളതിന്റെ അടിമ എന്ന് പേരിടാൻ പാടില്ല. കഴിഞ്ഞില്ല. 3, ചീത്തയായ അർത്ഥം വരുന്ന ഒരു പേരും ഒരു മുസ്ലിമിന് ഇടാൻ പാടില്ല. ഞാൻ ആ വാചകം ഒന്നുകൂടി പറയുന്നു, പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും നല്ല അർത്ഥവുമുള്ള പേരിടുക. ഇനി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചീത്തയായ അർത്ഥമെങ്കിലും വരാതെ പേരിടണം. ഇപ്പൊ എന്താണ് ഞങ്ങൾ സംഭവിക്കുന്നത്, ഏറ്റവും വലിയ റിസ്ക് കുട്ടിയാൾക്ക് പേരാണ്. ഒരു മൗലവിന്റെ യത്തിൽ ഫത്വ ചോദിക്കണ ഏറ്റവും കൂടുതൽ കുട്ടികളെ, തെറ്റായിട്ടല്ല, 10 പറഞ്ഞെടുത്താലും മതിയാവൂല. കാരണം എന്താ വെച്ചാൽ ഉമ്മാന്റെ 1ാമത്തവും വല്യാപ്പാന്റെ 2ാമത്തവും മൂത്തമ്മാന്റെ 3ാമത്തവും എല്ലാം കൂടി എടുത്തിട്ടൊരു പേര്, എന്നിട്ട് ആ പേര് ചാറ്റ് ജിപിടിയിലൊക്കെ അടിച്ചിട്ട് അത് തെർത്തീവാക്കിയിട്ട് അതിന് മൗലവി അർത്ഥം പറഞ്ഞു കൊടുക്കണം. ആ അർത്ഥം ശരിയല്ലെങ്കിൽ മൗലവിനോടാ കുറ്റം, മൗലവിനോടാ ദേഷ്യം. അവനാ കുറച്ച് പേര് കണ്ടെത്തിയിട്ട് അതിന്റെ അർത്ഥത്തിൽ തെറ്റുണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ടൂടെ. നമ്മൾ അറിയേണ്ടത് അള്ളാന്റെ മുന്നിൽ വിളിക്കേണ്ട കാര്യമാണ്. നമ്മൾ മോശപ്പെട്ട പേര് വിളിച്ചാൽ അത് കുട്ടിനെ സ്വാധീനിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? കുട്ടി മോശാന്ന് വാപ്പ അഭിപ്രായം പറഞ്ഞു, ഖലീഫ മകനെ വിളിച്ചു, മോനെ കുരുത്തക്കേട് കാണിക്കണുണ്ടോ ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ, ഞാനത് ചെയ്തു, തെറ്റാണ്, മാപ്പാക്കണം. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, എന്താണ്? ഞങ്ങളെ മക്കളോട് വാപ്പാക്കും ഉമ്മാക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ? 3 പറഞ്ഞെടുത്ത് 1 സോങ്ങളെ പറഞ്ഞ ഹഖുൽ വലദി, നമ്മുടെ കുട്ടികൾക്ക് അവകാശമുണ്ട്, അലൽ വാലിദി, നമ്മളിൽ നിന്ന് ഉമ്മാരെ വാപ്പാരെ നമ്മളിൽ നമ്മുടെ കുട്ടിയെ കിട്ടണം. എന്ത്? അയ്യുഹ്സിന ഇസ്മഹു, പടച്ചോൻ ഇഷ്ടപ്പെട്ട പേര് ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ അവകാശമാണ്. അത് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറെ പേര് കണ്ടെത്തിയിട്ട് അത് ഇസ്ലാമികമാക്കാൻ വേണ്ടി ശ്രമിച്ചത് തെറ്റാണെങ്കിലും, എന്റെ 1ാമത്തെ കുട്ടി സെഡോണ്ടാണ്, 2ാമത്തെ കുട്ടി സെഡോണ്ടാണ്, 3ാമത്തെ കുട്ടി എന്തർത്ഥം വന്നാലും ഞാൻ സെഡോണ്ടേ ഉള്ളൂ, അതിനെന്തിന് അർത്ഥം മോശമാണെങ്കിലും. ഇതാണ് നമ്മുടെ നാടിനെ ഒപ്പിച്ച് നമ്മൾ ജീവിക്കാന്നുള്ളത്. പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബാക്കൾ വന്നു, പേര് ചോദിച്ചു നബി പലരോടും. ഇത് ഇങ്ങനെ പറയാനുള്ള കാര്യം നബി മാറ്റിയതുകൊണ്ടാണ്. പ്രവാചകൻ ചോദിച്ചു, മാ ഇസ്മുഖ്, ആണിനോടാ ചോദിച്ചോ. ഒട്ടധികം സംഭവങ്ങളിൽ 1-2 പറയണേ, മാ ഇസ്മുഖ്, എന്താ പേര്? അദ്ദേഹം പറഞ്ഞു ഹസൻ. എന്ന് പറഞ്ഞാൽ സെഡൊക്കെ ഇതിന് ഉഷാറാണ്, ഹസിൻ. പക്ഷെ അതിന്റെ അർത്ഥം ദുഃഖിതൻ എന്നാണ്. നബി എന്താ പറഞ്ഞറിയോ? എന്നാലും ദുഃഖിതൻ എന്നാണല്ലോ, എന്റെ കുടുംബത്തിൽ ഹാ കൊണ്ടാണ് എല്ലാവരും തുടങ്ങി. നബി ഒന്നും ചോദിച്ചില്ല, നബി നേരെ പറഞ്ഞു, ബൽ അൻത സഹിൽ, നിന്റെ പേര് ഇന്ന് മുതൽ സഹിൽ എന്നാണ്, ഹസൻ എന്നുള്ള പേര് മാറ്റണം. ഹസിനാട്ടോ, ഹസിൻ എന്നുള്ള പേരിൽ ദുഃഖിതൻ എന്ന പേരിടാൻ പാടില്ലടാ, ഒഴിവാക്കണടാ. അങ്ങനെ ചീത്ത അർത്ഥമുള്ള പേരിടാൻ പാടില്ല. ഒരു മുസ്ലിം അല്ലേ, പടച്ചോനെയൊക്കെ ഒന്ന് വിളിക്കണ്ടേ, നല്ല പോലെ ഇടടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ഒരു സഹോദരി വന്ന് നബിന്റെ അടുക്കലേക്ക് സംശയങ്ങൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ദ്രമായി ചോദിച്ചു, മാ ഇസ്മുക്കി, എന്താ പേര് എന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു ആസിയ ബീവി അല്ല, ആസിയ എന്ന് പറഞ്ഞാൽ ധിക്കാരം കാണിച്ചവൾ എന്നാണ് അർത്ഥം. ചിലപ്പം അങ്ങനെ ഓർത്തിട്ടിട്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാറ്റണം. ഇങ്ങോട്ട് പറഞ്ഞു, അൻതി ജമീല, നീ ജമീല എന്ന പേരാക്കണം. നബി നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ എത്ര ഹാജർ പട്ടികയിൽ എത്ര മുസ്ലിമീങ്ങളെ പേര് മാറ്റേണ്ടിരുന്ന അറിയോ?
ഉറുദും പേർഷ്യനും ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഒപ്പിച്ചിട്ട് നമ്മൾ കുറെ പേരിടുന്നു. ഞാൻ അതിനൊന്നും എതിരല്ല സുഹൃത്തുക്കളെ. ഇസ്ലാമികമായി ചീത്തർത്ഥണ്ടോ മാറ്റന്നെ വേണം, ഒരു സംശയമല്ല മാറ്റണം. കാരണം ആ കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരത, നമ്മൾ ആ സമയത്ത് 2025 ട്രെൻഡ് അനുസരിച്ച് പേരിടുക. ഓൻ 2025 ജീവിക്കണ്ടേ, ഓൻ ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ 50 ജീവിക്കണം. അന്നീ ട്രെൻഡ് ആകൂല. അതുകൊണ്ടാണ് SIR ഇപ്പൊ നമ്മൾ കാണുന്നത് കുത്തുംകോമിയിൽ ഓരോ മനുഷ്യന്മാര് മുസ്ലിമീങ്ങളെ പുതിയ കാലഘട്ടത്തിൽ പേരിടുമ്പം മനസ്സിൽ ഈ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം ഒരു ചെറിയ കാര്യം പറയാം. ഇത് ദീനായിട്ട് ബന്ധപ്പെട്ടല്ല, രാജ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും ഉച്ചരിക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് സ്പെല്ലിംഗ് എഴുതാൻ പറ്റുന്ന പേരുകൾ ഇനിയുള്ള കാലത്ത് മക്കൾക്ക് ഇട്ടോളി. വീണ്ടും പറയാൻ, മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും നമ്മുടെ നാട്ടിൽ അതാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മക്കൾക്കിടുന്ന പേരുകൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതും വ്യത്യസ്തമായ എഴുത്ത് വരാത്തതുമായ പേരിട്ടോളിൻ. അതിനർത്ഥമുള്ളത് നോക്കി നിട്ടോളിൻ. അല്ലാത്തത് പലതും ചെയ്തിട്ടാണ് ഇന്നും ആവേശത്തിനിട്ട പേരുകൊണ്ട് ഇന്ന് കുടുങ്ങിയിരിക്കുന്ന ആൾക്കാർ. സഹോദരങ്ങളെ സാന്ദ്രമായിട്ട് പറയാൻ, തെറ്റായ അർത്ഥമുള്ള പേരിടരുത്, ഒരിക്കലും ഇടരുത്. എത്രയോ ആൾക്കാർ ഞാൻ ഇന്നും ആലോചിക്കാൻ, കുട്ടിന്റെ പേര് അധ്യാപനായതുകൊണ്ട് അങ്ങനെ വായിക്കും മദ്രസീന്ന് സ്കൂളിൽ നിന്നൊക്കെ. സാനിയന്റെ അർത്ഥം വ്യഭിചാരിണി എന്നാണ്. കുട്ടീനോട് നമ്മൾ സ്വകാര്യമായിട്ട് കുട്ടിന്റെ വാപ്പാനിമനെ വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ. അന്നെന്താ പറയാ, എന്റെ ഭാര്യന്റെ പെണ്ണുങ്ങളും പെരക്കാരൊക്കെ പാടെ 8 പേരുന്ന് അവസാനം തെരഞ്ഞെടുത്തതാ മൗലവി സാനിയ, ഖബീഹ, എത്രയോ പേരുണ്ട് മോശപ്പെട്ട പേരുകൾ. ഇടാൻ പാടില്ല. നമ്മൾ ശരിക്കാലിക്ക ആവേശമോ സ്റ്റാറ്റസോ 4 ആൾക്കാരുടെ മുന്നിൽ പറയാനുള്ളൊരു സംഗതി മാത്രല്ലത്. അല്ല, ഇതെനിക്ക് പുണ്യം കിട്ടുന്ന, ബർക്കത്ത് കിട്ടുന്ന, എന്റെ കുട്ടിനോട് ഞാൻ ചെയ്യുന്ന അമലായ, നാളെ പരലോകത്ത് എന്റെ കുട്ടിനെ എന്റെ പേര് വെച്ചിട്ടാ വിളിക്കുക. ബാപ്പാരെ ഇട്ട നമ്മളെ പേര് വെച്ചിട്ടാ അള്ള വിളിക്കാൻ പറ്റുന്ന നല്ല പേരാകണം. അത് എത്ര സ്റ്റൈലിഷ് ആയിക്കോട്ടെ, ഒരു സംശയമല്ല. പക്ഷെ അതിൽ നന്മയുണ്ടാകണം, അർത്ഥമുണ്ടാകണം. അതോടൊപ്പം അടുത്ത ഒരു ഹദീസ് കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പഠിക്കേണ്ടിയിരുന്നു. ചീത്തർത്ഥമുള്ള പേര് പാടില്ല എന്ന് പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. പരലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പേര് റജുലുൻ തുസമ്മ, അള്ളാഹ് അവിടെ വെച്ച് അയാളെ വിളിക്കലാണ് മലിക്കുൽ അംലാഖ് അല്ലെങ്കിൽ മാലിക്കുൽ മുലൂക്ക്. രാജാതിരാജൻ എന്ന് പേരിടുന്നത് പടച്ചോന് വെറുപ്പാണ്. അതിനു സമാനമായ പദങ്ങളും നമ്മളെ പാകിസ്ഥാൻ, ഉറുദു, ഉത്തരേന്ത്യൻ നാടുകളിൽ സാധാരണ വിളിക്കുന്ന ഒരു പേരുണ്ട് ഷഹിൻ ഷാ. അതൊക്കെ ഇതിന്റെ ഉറുദു പേർഷ്യൻ വാക്കുകളാണ്. അറിയാത്തോളാ സോങ്ങളെ. അള്ളാഹ് പറയൻ രാജാതിരാജൻ എന്നൊരാൾക്ക് പേരിടാൻ പാടില്ല, അത് അള്ളാഹുവിന്റെ പേരാണ്. അതേപോലെ ഹദീസിൽ വന്ന 4 പേരുണ്ട്. എന്താ പേരോ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ പടച്ചോനെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പലർക്കും തോന്നും. ലാ തുസമ്മിയന്ന, നിങ്ങൾ ഒരിക്കലും മക്കൾക്ക് പേരിടരുത്. ഗുലാമക്, നിങ്ങളുടെ കുട്ടികൾക്ക് യസാറ എന്ന് പേരില്ല, നമ്മുടെ നാട്ടിലില്ല. വലാ റബാഹ, റബാഹ എന്ന പേരിടരുത്. 3 വലാ നജീഹൻ, നജീഹ് എന്ന പേരിടരുത്. വലാ അഫ്ലഹൻ, അഫ്ലഹ് എന്ന പേരിടരുത്. അപ്പൊ നമുക്ക് സ്വാഭാവിക സംശയം ഉണ്ടാവില്ലേ, എന്താ നജീഹ് അഫുൽ? ബാക്കി രണ്ടും നമ്മുടെ നാട്ടിലില്ലാന്നുള്ളൂ. ന്യൂസിലാൻഡ് പോലെയുള്ള മറ്റു നാടുകളുണ്ട്. എന്താ ഈ പേര്? കറാഹത്താണ്, ഹറാമല്ല കറാഹത്താണ്. നിയമ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ മാറ്റണം, പ്രശ്നമാണെങ്കിൽ മാറ്റണമെന്നില്ല. പഠിച്ചോണ്ട് പറഞ്ഞാൽ മതി. വീണ്ടും പറയട്ടോ, നിയമ തടസ്സങ്ങളില്ല, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം. എന്തുകൊണ്ട്? എന്താണ് നജീഹ്, അഫ്ലഹ്, മറ്റുള്ള ഈ പറഞ്ഞ പോലെയുള്ള വാക്കുകൾക്ക് എന്താണ് ആ പേരുകൾക്കുള്ള പ്രയാസമായി ഹദീസിൽ വന്നതെന്നറിയോ? ഏറ്റവും വിജയിച്ചവൻ എന്നാണ് ഒന്നിന്റെ അർത്ഥം, ഏറ്റവും വിജയം കൊയ്തവൻ എന്നാണ് അതിന്റെ അർത്ഥം, ഏറ്റവും കൂടുതൽ ഉന്നതൻ എന്നാണ് മറ്റൊന്നിന്റെ അർത്ഥം. അത് അള്ളാഹുവിന്റെ സവിശേഷതകളിലേക്ക് പോകുന്ന വാക്കുകളാണ്. അത് നമുക്ക് ഇടാൻ പാടില്ല. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയാൻ, പ്രായോഗികത പറയാണ്, മാറ്റാൻ പറ്റുമെങ്കിൽ, നിയമ തടസ്സങ്ങളില്ലെങ്കിൽ മാറ്റാം. എന്നാൽ കുറെ രേഖകളിലായി മുതിർന്ന് വലുതായി രാജ്യത്തിൽ മാറ്റിയ തടസ്സമുണ്ടെങ്കിൽ പടച്ചോണ്ട് പറയാ കറാഹത്താണ്, അത്തരം പേരുകൾ കറാഹത്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. ജനിച്ച അന്നോ 7ന്റെ അന്നോ ആണ് പേരിടൽ ഏറ്റവും പുണ്യം. ജനിച്ച അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മടിയിൽ കുട്ടിനെടുത്തും, എന്നിട്ട് പ്രാർത്ഥിക്കും, ബാങ്കൊടുക്കും, മധുരം പ്രവാചകൻ തേച്ചെടുക്കും. ഉടനെ പ്രവാചകൻ ഇബ്രാഹിം എന്ന് പേര് വിളിക്കും, അടുത്ത കുട്ടിക്ക് പേര് വിളിക്കും. സഹോദരങ്ങളെ, ഒരു കുട്ടി നമ്മൾക്കുണ്ടാകുമ്പോൾ, ഞാൻ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു കുട്ടി നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ പെങ്ങളുടെ, നമ്മുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും നമ്മൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പം
നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ തന്നെ അറിയില്ല സോങ്ങളെ, ഒരാൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ രണ്ടിലൊന്നാണ് ആകുക അല്ലേ? 3-ാം മാസത്തെ സ്കാനിങ്ങിൽ അറിയില്ലേ എത്ര മാസമുണ്ട്? 6 മാസം 5 മാസമുണ്ട്. പേര് ഒരാൺകുട്ടിന്റെ ഒരു പെൺകുട്ടിന്റെ തെരഞ്ഞിട്ട് അവനവന്റെ ജീവിതത്തിൽ ആ കുട്ടി പുറത്തേക്ക് വരുമ്പം ഏതെങ്കിലും പേര് വിളിക്കാൻ ഒരാൺകുട്ടിന്റെ ഒരു പെൺകുട്ടിന്റെയും പേര് കണ്ടക്കണ്ടേ? അതല്ല പുണ്യം. നമ്മളെന്താ അറിയോ, ജനിച്ചതിന് ശേഷം ഇങ്ങനെ പരതാൻ തുടങ്ങും. സ്കൂളുകൾ മദ്രസയിൽ അധ്യാപകർ വെച്ചോണി 5 വയസ്സുള്ള കുട്ടിനെ മദ്രസയിൽ കൊണ്ടു ചേർത്തുമ്പോഴേ തൽക്കാലങ്ങള് ബാപ്പാന്റെ പേരും കൂടി ചേർത്തെഴുതിക്കൊള്ളി, പേര് തീരുമാനമായിട്ടില്ല. ജനിച്ചതിന് ശേഷം ആലോചിക്കേണ്ടതല്ല പേര്. നിങ്ങൾക്കറിയില്ലേ സക്കരിയ നബിയോട് അള്ളാഹ് പറഞ്ഞത്, ഇതാ സക്കരിയ, താങ്കൾക്ക് ഞാൻ ഒരു കുട്ടിയെ നൽകുന്നു, യഹ്യ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. പ്രസവിക്കുന്നതിന് മുന്നേ അള്ളാഹ് ഖുർആനിൽ പറയാൻ യഹ്യ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, കുട്ടി ജനിച്ച അന്ന് ആ കുട്ടിയുടെ പേര് വിളിക്കൽ സുന്നത്താണ്. ആ സുന്നത്തിന് വേണ്ടി നമ്മൾക്കറിയാലോ, ആ ഒരാണോ ഒരു പെണ്ണോ ഏതെങ്കിലും ഒന്നായിരിക്കുന്നുള്ളത്. നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട 5-6 മാസമുണ്ട്. ആലോചിച്ച് കുടുംബത്തിന് പറ്റിയ അർത്ഥമുള്ള അള്ളാഹ് നിരോധിക്കാത്ത നല്ല ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും പേര് കണ്ടെത്തുക. ആൺകുട്ടിയാണെങ്കിൽ ആ പേര് വിളിക്കുക, പെൺകുട്ടിയാണെങ്കിൽ ആ പേരും വിളിക്കുക. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക, ആ കുട്ടിക്ക് മധുരം കൊടുക്കുക, ആ കുട്ടിക്ക് കലിമത്ത് തൗഹീദ് കേൾപ്പിക്കുക, നല്ല പേരിടുക, ചീത്ത പേരൊഴിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അഖീഖത്ത്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാ. മറ്റു ചില നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങൾ കൂടി പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയുന്നത് എന്തിനാ അറിയോ? നമ്മളെ കുടുംബത്തിൽ ഇത് കേൾക്കേണ്ട ആൾക്കാരെയും കൊണ്ട് പള്ളിക്ക് വരാനാണ്. ഇത് ഇങ്ങനെയൊക്കെ നമ്മളെ മഹലിൽ പറഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച നമ്മളെ വീട്ടിൽ സംഗതി ഉണ്ടാകുമ്പോൾ അതിപ്പം ഇങ്ങനെയായി എന്ന് പറഞ്ഞൊരു സങ്കടം ഉണ്ടാകാതൊക്കെയാണ്. കേൾപ്പിച്ചു തന്നില്ല എന്ന് പറയരുത്. ഓരോന്നും ഇങ്ങനെ പറയുന്നത് അക്കമിട്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പറയുന്നത് നമ്മൾ ഈ പ്രവാചക സുന്നത്തനുസരിച്ച് ജീവിക്കാനാണ്. ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട 2 കാര്യമുണ്ട്. പെട്ടെന്ന് പറയണം ഒറ്റ വാക്കിൽ. ഒന്ന്, ചേലാകർമ്മമാണ്. അറിയാം, ചെയ്യുന്നു, അൽഹംദുലില്ലാ, പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ഒരു മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. ചേലാകർമ്മം ചെയ്യുക പുണ്യമാണ്. 2, നമ്മൾക്കറിയാതെ പോയൊരു സാധനമുണ്ട്, നമ്മൾ ചെയ്യണ്ട്, പക്ഷെ അത് ഇസ്ലാം പറഞ്ഞൊരു കാര്യമായിട്ട് നമ്മൾ ചെയ്യലില്ല. ഒരു കുട്ടി ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടിന്റെ നഖ എല്ലാവരും വെട്ടിക്കൊടുക്കും. പ്രവാചകൻ ഒരു കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞ നന്മകളിൽപ്പെട്ട വാക്കാണ് എന്തറിയോ? ഹദീസിൽ വന്ന വാക്ക് തഖ്ലീം അൽ അദ്ഫാർ. ആ കുട്ടിയുടെ നഖങ്ങൾ നിങ്ങൾ വെട്ടിക്കൊടുക്കണം, സുന്നത്താണ്. നമ്മൾ ചെയ്യണ്ട്, പക്ഷെ നമ്മൾ ആലോചിക്കും, നമ്മുടെ ദീൻ, നമ്മുടെ ഇസ്ലാം, നമ്മുടെ പ്രവാചകൻ, അള്ളാഹ് ഒരു കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേക്കും ആ കുട്ടിയെ പൂർണ്ണ ശുദ്ധിയോടെ നന്മയോടെ കലിമത്ത് തൗഹീദിൽ മധുരം നൽകി ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് കൊണ്ടുവരാനുള്ള മുഴുവൻ നിർദ്ദേശവും നമ്മൾക്ക് നൽകിയിട്ട് നമ്മൾ പാലിക്കണം. ആരെങ്കിലും നമ്മുടെ മക്കൾ ആരെങ്കിലും ഗർഭാവസ്ഥയിൽ ഉണ്ടെങ്കിൽ ഖുത്ബയാകട്ടെ, നമ്മുടെ നാവ് കൊണ്ടാകട്ടെ, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളയും റസൂലും പറഞ്ഞ ഈ കാര്യങ്ങൾ കുടുംബത്തിൽ ചർച്ചയുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ, നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, വിദഅത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും നാഥ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ, റഹ്മാനായ നാഥ, നീ അവർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് നാഥ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും അവരുടെ ജീവിതത്തിൽ ഹലാലായ ജോലിയിലേക്ക് എത്തിച്ചേരുവാനും നാഥ, നീ തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അള്ളാഹു ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഞങ്ങൾക്കായി അധ്വാനിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നാഥ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ
കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സ്വർഗാവകാശിയായി ജീവിക്കുവാനും അംബിയാ മുർസലീങ്ങളെ നേരിട്ട് കാണുവാനും അള്ളാഹുവിനെ നേരിട്ട് കണ്ട് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം രേഖപ്പെടുത്താനും നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികമായി കടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാഥാ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار.